ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 43. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതൽ 15 വരെ വാക്യങ്ങൾ. വേ ആറിയപ്പോൾ ഇളം തന്നലിൽ ദൈവമായ യാഹ്വേ തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും അവന്റെ ഭാര്യയും ദൈവമായ യാഹ്വേയുടെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവമായ യാഹ്വേ പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് പേടിച്ചൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അവൻ പറഞ്ഞു, എന്നോട് കൂടെ ആയിരിക്കാൻ അങ്ങ് എനിക്ക് തുണയായി തന്ന സ്ത്രീ ആ വൃക്ഷത്തിന്റെ ഫലം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ യാഹ്വേ സ്ത്രീയോട് ചോദിച്ചു, നീ ചെയ്തത് എന്ത്? സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. ദൈവമായ യാഹ്വേ സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും വെച്ച് എല്ലാ വന്യമൃഗങ്ങൾക്കും ഉപരിയായി നീ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഉദരം കൊണ്ട് ഇഴഞ്ഞ് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കും. നിനക്ക് അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ കഴിയൂ. ഇതിലത്തെ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തു പോകാം. ദൈവമായ കർത്താവ് ശബ്ദം ഇല്ലേ, ദൈവം ഇങ്ങനെ തോട്ടത്തിൽ ഉലാത്തുന്നതിന് ശബ്ദം അവർ കേട്ടു. ഏദൻ തോട്ടത്തില് പുരുഷനോടും സ്ത്രീയോടും ദൈവം എത്രമാത്രം അടുപ്പം സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മാനുഷിക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുക. തോട്ടത്തിൽ ഉലാത്തുന്ന ഇല്ലേ, സായാഹ്ന സവാരിക്ക് പോകുന്ന ദൈവം, തോട്ടത്തിൽ ഉലാത്താൻ പോകുന്ന ദൈവം. ഇസ്രായേലിന്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയത്തില്, സമാഗമ കൂടാരത്തിലും ദേവാലയത്തിലും ആ വസിക്കുന്ന ദൈവത്തെ അവതരിപ്പിക്കാനും ഇതേ വാക്കാണ് ഹെബ്രായ ഭാഷയില് മിത്ത് ഹലേക്ക്, അതായത് സായാഹ്ന സവാരിക്ക് ഉലാത്താൻ പോകുന്ന ദൈവം. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലേവ്യര് 26:12, 2 ശമൂവേല് 7:6. അവിടേക്ക് കാണാം ഈ ദൈവം സായാഹ്ന സവാരിക്ക് പോകുന്നു എന്ന് പറയുന്ന അതേ വാക്ക് മിത്ത് ഹലേക്ക്, ദൈവം നടക്കുന്ന ആ വാക്കാണ് ഇസ്രായേലിന്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ട സമാഗമ കൂടാരത്തിലും ദേവാലയത്തിലും വസിക്കുന്ന ദൈവത്തെ, അതായത് ജനത്തിന്റെ കൂടെ നടക്കുന്ന ദൈവം. അത് ദൈവം എത്രമാത്രം മനുഷ്യരുമായി അടുപ്പം സൂക്ഷിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ദൈവം ചോദിക്കുകയാണ്, പുരുഷനോടും സ്ത്രീയോടും പുരുഷനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? ആദാം ഈ ഏദൻ തോട്ടത്തിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നല്ല ചോദ്യത്തിന്റെ പൊരുള്. അത് ദൈവത്തിന് അറിയാം. പ്രത്യേകത, ദൈവത്തെ ധിക്കരിക്കുകയും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്ത ആദാം സാത്താന് ചെവി കൊടുത്തു. അങ്ങനെയുള്ള മനുഷ്യൻ എവിടെയാണ് എത്തിപ്പെട്ടത്? എവിടെയാണ് നീ എത്തിപ്പെട്ടത് എന്ന് തിരിച്ചറിയാനുള്ള ക്ഷണമാണ് കൊടുക്കുന്നത്. നീ എവിടെയാണ്? നിന്റെ കണ്ണുകൾ തുറക്കുമെന്നും നീ ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ ഈ പിശാച് പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ചെയ്തത്. എന്നിട്ട് നീ ഇപ്പൊ എവിടെ എത്തി? നീ ഇപ്പൊ എവിടെയാണ് എത്തിപ്പെട്ടത്? പാപം അംഗീകരിക്കാനും ഏറ്റുപറയാനും ദൈവം ആവശ്യപ്പെടുകയാണ് പുരുഷനോട്. നീ എവിടെയാണ് എത്തിപ്പെട്ടത്? ദൈവത്തെ ധിക്കരിച്ചിട്ട് ദൈവകൽപ്പന അനുസരിക്കാതിരുന്നിട്ട് ഈ സാത്താന് പിശാചിന് ചെവി കൊടുത്തിട്ട് നീ എവിടെയാണ് എത്തിപ്പെട്ടത്? നീ എവിടെയാണ് ഇപ്പോ? നീ നിന്റെ പാപങ്ങൾ അംഗീകരിക്കുക, ഏറ്റുപറയുക. അതാണ് ഈ പശ്ചാത്താപമാണ് ഏറ്റവും നല്ല പ്രായശ്ചിത്തത്തിന്റെ ആദ്യ പടി. അപ്പോ പുരുഷൻ പറഞ്ഞാണ്, ഞാൻ പേടിച്ചൊളിച്ചതാണ്. ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങിയത് പാപത്തിന്റെ ഫലമായിട്ടാണ്. ഇത് നമ്മൾ കർത്തൃഭയം എന്ന് പറയുന്ന ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയം എന്ന് പറയുന്ന സംഗതിയല്ല. അത് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതാണ്. ഈ ഭയം എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത്, ഈ തിന്മ ചെയ്തവന്റെ മനസ്സിലുള്ള ആ ഒരു വല്ലായ്മയാണ്. തെറ്റ് ചെയ്തവന് ഒളിക്കാൻ പലതുമുണ്ട്, അതാണ് പേടി. തെറ്റ് ചെയ്തവന് ഒളിക്കാൻ പലതുമുണ്ട്. അതുകൊണ്ടാണ് പേടിച്ചൊളിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഭയം. ഇപ്പൊ നമ്മൾ പ്രധാനമന്ത്രി കാണാനോ മുഖ്യമന്ത്രി കാണാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണാനോ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും നമുക്കൊരു ചെറിയൊരു പേടിയുണ്ട്. അത് ഇല്ലേ, ഒരു ആദരവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പേടിയാണ്. ആ പേടിയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പേടിച്ചൊളിച്ചതാണ്. തെറ്റ് ചെയ്തിരിക്കുന്നു, അതിനാൽ നിന്നിൽ നിന്ന് പലതും ഒളിച്ചു വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പേടി, ഒളിച്ചു വെക്കണമല്ലോ എന്നുള്ള പേടി, അതുകൊണ്ട് ഒളിക്കുന്നു. ഈ പേടി പോലെ ഒളിക്കുന്നു. അങ്ങോട്ടൊന്നും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് സർപ്പം ഇല്ലേ, എന്താണ് ന്യായം പറഞ്ഞത്? അവള് എനിക്ക് കൂട്ടായിരിക്കാൻ വേണ്ടി, തുണയായിരിക്കാൻ വേണ്ടി തന്ന ഇണ
അവൾ എന്നെ വഞ്ചിച്ചു. എന്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു. ഹീബ്രുവില് നസ എന്ന വാക്കാണ് നസ. കബളിപ്പിച്ചു എന്നർത്ഥമുണ്ട്. വ്യാജ പ്രതീക്ഷകൾ നൽകി വഞ്ചിച്ചു, കൗശലവും കുതന്ത്രവും ഉപയോഗിച്ച് വശീകരിച്ചു, വഴിതെറ്റിച്ചു എന്നെല്ലാം അതിനർത്ഥമുണ്ട്. സെപ്റ്റിയന്ത് പാഠാന്തരത്തില് ഗ്രീക്കില് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അപറ്റാവോ എന്നാണ്. അപറ്റാവോ തട്ടിപ്പ് നടത്തുന്നതാണ് അതിന്റെ അർത്ഥം. തട്ടിപ്പ്, ചതി. അപ്പൊ ഒരു ചതിയിൽ പെട്ടു, തട്ടിപ്പ് നടത്തി. ഭാര്യ തന്നെ കബളിപ്പിച്ച് ചതിച്ച് തട്ടിച്ചു, വഴിതെറ്റിച്ചു. ഇതാണ് പറഞ്ഞത്. റോമാലേഖനം 7:11 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫറൻസ് നോക്കാം. ഈ സർപ്പം വഞ്ചിച്ച കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സർപ്പം, ഞാൻ സ്ത്രീ വഞ്ചിച്ചെന്നല്ല, അവള് തന്നു, ഞാൻ കഴിച്ചു എന്നാണ് പുരുഷൻ പറഞ്ഞത്. സർപ്പമാണ് വഞ്ചിച്ച കാര്യം പറഞ്ഞത്. അതാണ് നസ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കബളിപ്പിച്ചു, വ്യാജ പ്രതീക്ഷകൾ നൽകി വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞത് സർപ്പം എന്നെ വഞ്ചിച്ചതാണ്. ദൈവം സർപ്പത്തിന് ശിക്ഷ കൊടുക്കുകയാണ്. നീ ഉദരം കൊണ്ട് ഇഴയും. മനുഷ്യന്റെ പാപം ലോകത്തെയും പ്രപഞ്ചത്തെയും ഭൂമിയെയും ആകമാനം ബാധിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ഈ ഭൂമി ഉദരം കൊണ്ട് നീ ഇഴയുമെന്ന് വെച്ചാൽ പ്രപഞ്ചത്തില് സർപ്പത്തിന് ശിക്ഷ പ്രപഞ്ചത്തിൽ കൊടുക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ പാപം മനുഷ്യനെ മാത്രമല്ല, വ്യക്തികളെ മാത്രമല്ല, മനുഷ്യ സമുദായത്തെ മാത്രമല്ല, പ്രപഞ്ചത്തെയും ലോകത്തെയും ഈ പ്രപഞ്ചത്തെ ക്രമത്തെയും ഭൂമിയെ ഒക്കെ ബാധിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ 12:4, റോമാലേഖനം 8:20 സൂചനയുണ്ട്. നമുക്ക് ആധുനിക കാലത്ത് ഇത് കൂടുതൽ മനസ്സിലാകും. നമ്മൾ വ്യാവസായിക വിപ്ലവം, സാങ്കേതിക വിപ്ലവം ഇപ്പൊ നമ്മൾ പറയണം, ഇതെല്ലാം കൊട്ടിഘോഷിക്കുകയാണ്. പക്ഷേ ഇപ്പൊ ഡൽഹിയിലെ എത്രയാണ് വിഷപ്പുക എത്രയാ? അതിന്റെ തോത് 400-ന് മേലെ. അണുവീകരണം, ഇപ്പൊ ക്യാൻസർ ഇല്ലേ, ഒരുപാട് ക്യാൻസർ. അണുവീകരണമാണ് ഒരു കാരണം. പല കാരണങ്ങളുണ്ട്. വിഷം നിറച്ചാൽ ഈ ഭക്ഷണ സാധനങ്ങൾ, സ്ട്രെസ്, ജീവിത രീതി, ഭക്ഷണ രീതി, പിന്നെ സാങ്കേതിക വിപ്ലവം. എന്തുമാത്രം പറ്റും ഡിപ്രഷൻ. ഈ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം, സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാ? കുട്ടികൾക്ക് ഡിപ്രഷൻ, വിഷാദരോഗം വരുന്നു. ഉന്മാദം അല്ലേ എന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന വേണേ പറയാം വിഷാദരോഗം. അതായത് സാമൂഹിക ബന്ധങ്ങൾ കുറയുക. എന്തിനാ പള്ളിയിൽ പോകണമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ വിഷാദരോഗം കുറവായിരുന്നു. ഇപ്പൊ പള്ളി പോകുന്നില്ലെങ്കിൽ ഈ മൊബൈലിൽ തന്നെ കുത്തിയിരുന്നാൽ വിഷാദരോഗം. അപ്പൊ ഇതൊക്കെ വേണം. ഇപ്പൊ ഞാൻ പറയുന്നതും ഫോൺ ഉപയോഗിച്ചിട്ടാ, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാ. ഇതൊക്കെ വേണം, പക്ഷേ പരിധികൾ ലംഘിച്ചാൽ. അപ്പോൾ ഈ ലോകത്തിലെ വികസനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ വികസനം വേണം. ഇപ്പം AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു കത്തി പോലെയാണ് ഏത് കണ്ടുപിടുത്തും. കത്തി നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാം. അതിൽ തന്നെ തിന്മയോ നന്മയോ അല്ല, അമോറൽ എന്ന് പറയും. മോറലും അല്ല, ഇമ്മോറലും അല്ല, അമോറൽ. ധാർമ്മികം ആണോ അധാർമികം എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയാണ്. അത് എന്തിനു ഉപയോഗിക്കുന്നു? പച്ചക്കറി അരിയാൻ ഉപയോഗിക്കുമ്പോൾ അത് മോറലായി, ഒരാൾ കുത്തിക്കൊല ഉപയോഗിക്കുമ്പോൾ അത് ഇമ്മോറലായി. അപ്പൊ ഏതിനും ഒരു നിയന്ത്രിത വശമുണ്ടെന്നാണ്. എനിവേ, പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഈ സർപ്പത്തിന് കൊടുക്കുന്ന ശിക്ഷ ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉരസ കൊണ്ട് ഇഴയുന്ന ജീവികള് അറപ്പുളവാക്കുന്നതും അശുദ്ധവുമാണെന്ന് മോശെ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യ 11:42. സർപ്പം ഉദരം കൊണ്ട് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടെന്ന വ്യാഖ്യാനവും ഇവിടെ ഉണ്ടാകാം. ഏതായാലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ, നമ്മുടെ പാപം പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ, അത് നന്മയോ തിന്മയോ എന്തും ആകട്ടെ. വീണ്ടും സർപ്പത്തോട് ദൈവം പറയുന്നു, ആയുഷ്കാലം മുഴുവൻ നീ പൊടി തിന്നും. പാമ്പിന്റെ ഭക്ഷണത്തെക്കുറിച്ചല്ല ഇവിടുത്തെ വിവക്ഷ. നാണം കെട്ട തോൽവിയിൽ നിന്ന് ഉളവാകുന്ന വ്യഥയും ക്ലേശവും കഷ്ടപ്പാടും ആവിഷ്കരിക്കുന്ന ഒരു ശൈലിയാണ് മണ്ണ് തിന്നുക, പൊടി തിന്നുക. മീക്ക 7:17 യെശയ്യാ 65:25 ഈ വാക്കുണ്ട്. പൊടി തിന്നുക എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ട തോൽവിയിൽ നിന്ന് ഉളവാകുന്ന വ്യഥ, ക്ലേശം, കഷ്ടപ്പാട്, ദുഃഖം, ദുരിതം എന്നൊക്കെയാണ് അർത്ഥം. ഇനിയാണ് 3:15 ദൈവമായ കർത്താവ് ഈ സർപ്പത്തോട് പറഞ്ഞ ഈ വാചകം 3:15 നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇപ്പൊ നമ്മൾ പഴയ നിയമ ധ്യാനത്തിന്റെ പോകുന്നത് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇത് കാണുകയാണ്.
ഇത് നമ്മൾ ആണ്ടവട്ടത്തിൽ പല പ്രാവശ്യം വായിക്കുന്ന തിരുവചനമായതുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിൽ കൂടി ഒന്നുകൂടി കടന്നു പോകുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർത്ത് ഞെരിച്ച് തകർത്ത് ചതച്ചരയ്ക്കും. നിനക്ക് അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ കഴിയൂ. ഇതാണ് വചനം. ഉൽപ്പത്തി ഗ്രന്ഥത്തില് വളരെ പ്രധാനപ്പെട്ട തിരുവെഴുത്താണിത്. ഉൽപ്പത്തി താളിൽ മാത്രമല്ല, ബൈബിളിൽ തന്നെ പല തലങ്ങളിൽ വായിച്ചെടുക്കേണ്ടതുമാണ്. ചിലരുടെ അഭിപ്രായത്തില് മനുഷ്യന് നൈസർഗികമായിട്ട് പാമ്പുകളെ ഭയമാണ്. ആ ഭയം എവിടെ നിന്ന് ഉത്ഭവിച്ചുവെന്ന് ആവിഷ്കരിക്കുകയാണ് ഈ ഉൽപ്പത്തി കഥ. പദോൽപ്പത്തി കഥ എന്ന് പറയും, ശാസ്ത്രകഥ, എറ്റിയോളജി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊരു നാടോടി കഥ പറയാനാണോ ഈ വിശുദ്ധ രചയിതാവ് ഉദ്ദേശിച്ചിരിക്കുക? അല്ല, സത്യം മറിച്ചായിരിക്കാനാണ് സാധ്യത. പാപത്തോടും തിന്മയോടും മനുഷ്യൻ നിതാന്തമായി പടവെട്ടേണ്ടി വരുമെന്ന സത്യത്തെ ആവിഷ്കരിക്കാൻ മനുഷ്യന് പാമ്പിനോടുള്ള നൈസർഗിക പേടിയെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. സാത്താന് സർപ്പത്തിന്റെ രൂപം കൊടുക്കാനും ഇത് കാരണമായിട്ടുണ്ടാകാം. 34:7, പ്രഭാഷകൻ 21:2. പക്ഷെ ഈ രണ്ട് വ്യാഖ്യാനങ്ങളും അത്ര അങ്ങോട്ട് ദൈവശാസ്ത്രപരമായി ആഴമില്ല. ശത്രുതയുടെ സുദീർഘമായ കാലയളവിന് ശേഷം സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും സാത്താന്റെ തല തകർക്കും, സാത്താന്റെ സർപ്പസന്തതിയുടെ തല തകർക്കും എന്ന് വേദത്താളുകൾ പ്രവചിക്കുന്നതിനോട് നീതി പുലർത്താൻ ഈ രണ്ട് വ്യാഖ്യാനങ്ങൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പാമ്പിന്റെ കഥയായിട്ടൊന്നും ഇതിനെ വെറുതെ നമ്മൾ ലഘൂകരിക്കരുത്, ചുരുക്കിക്കളയരുത്. സ്ത്രീ മനുഷ്യ വംശമാണ്. സ്ത്രീയുടെ സന്തതി മനുഷ്യരാണ്. മനുഷ്യൻ ആത്യന്തികമായി പിശാചിനെ തോൽപ്പിക്കും. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ദൈവശാസ്ത്രം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും. സ്ത്രീയുടെ സന്തതി അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. സ്ത്രീ പ്രസവിക്കാത്തതായിട്ട് ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ കൈപൊക്കൂ, ആരെങ്കിലും. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് മനുഷ്യവംശമാണ്. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ നമ്മളാണ്, മനുഷ്യര്. മനുഷ്യൻ ആത്യന്തികമായി സാത്താനെയും സാത്താന്റെ സന്തതികളെയും തോൽപ്പിക്കുമെന്നാണ്, അതാണ് കർത്താവ് പറയണേ. ഒന്നാമത്തെ അർത്ഥം. സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശുവും, ഗലാത്യ ലേഖനം 4:4, യേശുവിൽ വിശ്വസിക്കുന്നവരും പിശാചിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കുമെന്നാണ് രണ്ടാമത്തെ അർത്ഥം. നമ്മൾ അതിലേക്ക് വരാം. വെളിപാടിന്റെ പുസ്തകം 20:1-6 ഒരു വാക്യങ്ങൾ. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ചരിത്രപരമായ ഒരു അർത്ഥം പരിശോധിക്കാം. ചരിത്രപരമായി നോക്കിയാൽ നാഗാരാധന നിലനിന്നിരുന്ന പുറജാതി മതങ്ങളോട് ഈ വിശുദ്ധ രചയിതാവ് പറയാണ്, നാഗം, പാമ്പ്, സർപ്പം ദേവനല്ല, പിശാചാണ്. നാഗാരാധന ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പാമ്പ് മേക്കാട് നാഗാരാധന, പാമ്പിനെ ആരാധിക്കുക. നമ്മൾ ഇത് പറയുമ്പോൾ തോന്നും എന്തൊരു മണ്ടത്തരമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ എത്രയോ പേരാണ് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, ഈ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ പറയും പാമ്പുമേക്കാട് പോയാൽ മതി, പാമ്പുമേക്കാട്. അങ്ങനെ പാമ്പുമേക്കാട് പോയാൽ അവർ വെളിച്ചെണ്ണ തരും, പിന്നെ കുറച്ച് അവരുടെ പൂജ അർപ്പിച്ച ചില സംഗതികളും. ഞാൻ 2 കേസുകൾ എനിക്ക് നേരിട്ട്, 3 കേസുകൾ എനിക്ക് നേരിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഒരു കേസിൽ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ശരീരം മുഴുവൻ വ്രണമാണ്. ഡോക്ടറെ കാണിച്ചിട്ടില്ല. പാമ്പുമേക്കാട് ചികിത്സയാണ്. ഞാൻ അവരെ എത്ര പറഞ്ഞിട്ടും അവർക്ക് ബോധ്യം വരുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഭീഷണിപ്പെടുത്തി. നാളെ അന്ന് അങ്കമാലിയിലെ ഹോസ്പിറ്റലിൽ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഈ വിഷ ചികിത്സയുണ്ട്. ഞാൻ പറഞ്ഞു നാളെ അങ്കമാലി ഹോസ്പിറ്റലിൽ പോയിട്ട് പോകുന്നില്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരെ കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്ന് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയാണ്, ദേഹമാസകലം വ്രണം. അങ്ങനെ അവർ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേസ് കൊടുക്കും ചെയ്യും, അതാണ് എന്റെ രീതി. അന്ന് എനിക്ക് രാഷ്ട്രീയമായിട്ടും പോലീസായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉള്ള കാലമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇവർ പേടിച്ചിട്ട് പോയി. അവിടെ ചെന്നൊരു ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ആ കുട്ടിക്ക് ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഈ രോഗം ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു ആൺകുട്ടിക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരു ആൺകുട്ടിക്ക് അതായത് പോകാതിരിക്കുകയാണ്, സ്കൂളിൽ പോകുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് ഈ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് ഞാൻ അവരോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. അവരും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി
ഒരു ചികിത്സയോ ഒരാഴ്ച അതുകൊണ്ട് അത് മാറി. അപ്പൊ ഇവരെല്ലാവരും ഈ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അറിഞ്ഞിട്ട് നമുക്ക് പാറവയ്ക്കുന്നതായിരിക്കണമെന്നില്ല. അവരുടെ വിശ്വാസം അവർ പറയാണ്. ഇതുപോലെ വേറൊരു സംഭവമുണ്ട്, അതെനിക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ പാമ്പുമേക്കാട് പോകുക, എന്നിട്ട് അവിടുത്തെ വെളിച്ചെണ്ണ വരട്ടെ, എന്നിട്ട് രോഗം മാറാതിരിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ ഈ സത്യവിശ്വാസികൾ അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഈ ഹൈന്ദവ സഹോദരന്മാരോട് എനിക്ക് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അവരവരുടെ വിശ്വാസം, അത് അന്ധവിശ്വാസമാണെങ്കിൽ അത് പറയാൻ ധൈര്യപ്പെടുന്നു. അത് അന്ധവിശ്വാസമാണെന്നും അത് തെറ്റാണെന്നും സത്യവിശ്വാസത്തിൽ ചേരില്ലെന്നും തിരിച്ചു പറയാൻ സത്യവിശ്വാസികളായി ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് നമ്മുടെ തെറ്റ്. അപ്പോ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഈ രചയിതാവ്, വിശുദ്ധ ഗ്രന്ഥ രചയിതാവ് അന്ന് ഇസ്രായേലരോടും ഇന്ന് നമ്മളോടും പറയുന്നത് പാമ്പ് ദേവനോ ദേവിയോ ഒന്നും അല്ല, അത് പിശാചാണ്. അതുകൊണ്ട് നാഗാരാധന പാടില്ല, പാമ്പിനെ ആരാധിക്കരുത്. ഞാൻ പറയുന്ന ഈ ഇപ്പം ഈ വനം വകുപ്പ് പാമ്പിനൊക്കെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നു, അത് ആ അർത്ഥമല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കാൻ അവർക്കും അവകാശമുള്ള കാര്യമൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ദേവനും ദേവിയായിട്ടല്ലോ അതിനെ കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്, എന്തുകൊണ്ടാണ് പിശാചിന് സർപ്പരൂപം, പിശാചിന് സാത്താന് സർപ്പരൂപം. അത് കബളിപ്പിക്കലിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും രൂപമാണ് ഈ പാമ്പ് അല്ലെങ്കിൽ സർപ്പം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സ്ത്രീ മനുഷ്യവംശമാണെന്ന് പറയാൻ, അല്ലെ, സ്ത്രീയുടെ സന്തതിയൊക്കെ പറയാൻ, സന്തതി എന്നതിന് മൊഴിമാറ്റം ചെയ്യുന്ന വാക്ക്, ഹീബ്രു വാക്ക് സേറ എന്നാണ്. സേറ അതിന് വിത്ത് എന്നാണ് ആക്ഷരികാർത്ഥം, സീഡ്. സറേക്ക എന്നതിന് നിന്റെ വിത്ത്, നിന്റെ സന്തതി, നിന്റെ വിത്ത് എന്നാണ് തർജ്ജമ. തിന്മ ചെയ്യുന്നതില് സാത്താന്റെ കൂട്ടാളികളെയാണ് നിന്റെ വിത്ത് എന്ന് പറയണേ, നിന്റെ സന്തതി എന്ന് പറയണേ. തിന്മ ചെയ്യുന്നതിൽ സാത്താന്റെ കൂട്ടാളികള്. നമ്മൾ വെളിപാട് പുസ്തകം നോക്കിയാല് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, അത് തെറ്റായ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കടലിൽ നിന്ന് വരുന്ന മൃഗം. പിന്നെ ഒന്ന് കരയിൽ നിന്ന് വരുന്ന മൃഗം, അത് തെറ്റായ മതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സമാധാനത്തിന് മതം എന്ന് പറഞ്ഞ് നടക്കുന്നവരില്ലേ, എല്ലാവിടെയും അസമാധാനം വിതയ്ക്കുന്നവര്, അവർ ചെല്ലുന്നിടത്തെല്ലാം ഭീകരവാദമുണ്ട്, തീവ്രവാദമുണ്ട്. അവരില്ലാത്തടത്തൊക്കെ സമാധാനമുണ്ട്. ഇപ്പൊ ഞാൻ പോളണ്ടിലാണിപ്പോ. പോളണ്ടിൽ ഇതുവരെ ഒരു തീവ്രവാദ പ്രവർത്തനമോ ഭീകരവാദമോ ബോംബ് പൊട്ടലോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഇതുവരെ ഈ സമാധാന മതക്കാർ ഇവിടെ വന്നിട്ടില്ല. അവരെ ഇവിടെ പ്രവേശിപ്പിക്കണം എന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഇവർ കയറ്റിയിട്ടില്ല. പണ്ട് യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ വന്നപ്പോഴും പോളണ്ടുകാരാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തെ തടഞ്ഞത്. അതിപ്പോഴും അവർ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ഇവിടെ ഒരു ഭീകര പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. ഇതുവരെ ഇവരെ കയറ്റിയാൽ അപ്പൊ തുടങ്ങും. അമേരിക്കയിൽ 70% കുറ്റകൃത്യ റേറ്റ് കാണിക്കുന്നവർ ഇവരാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും അവർക്ക് അഭയം കൊടുത്തു, അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സാത്താന്റെ പിശാചിന്റെ കൂട്ടാളികൾക്കാണ് നിന്റെ സന്തതി എന്ന് പറയണേ. അതായത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്ന് പറഞ്ഞാൽ തെറ്റായ രാഷ്ട്രീയം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസത്തെ, അത് കമ്മ്യൂണിസ്റ്റുകാരല്ല ഞാൻ പറഞ്ഞ കമ്മ്യൂണിസത്തെ. എന്തുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസത്തിനെതിരെ? ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് അവര്. എന്നിട്ട് സകല അമ്പലങ്ങളും സകല പള്ളികളും അവർക്ക് കയ്യേറണം, എന്നിട്ട് കൊള്ള ചെയ്യണം, കക്കണം, ആചാരങ്ങൾ വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് ഈ അമ്പലങ്ങളുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കണേ, പള്ളിയുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കണേ? ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ എന്തിനാ അവിടെ വരണേ? അത് വിശ്വാസികൾ നടത്തട്ടെ. എന്തിനാണ് ഈശ്വരൻ ഇല്ല, ദൈവമില്ല എന്ന് പറയുന്നവര് ഈശ്വരൻ ഉണ്ട് എന്നും ദൈവമുണ്ടെന്നും വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ കയറി വരണേ? ദൈവമില്ല എന്നവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെതിരെ. കാരണം അത് സത്യത്തിന് വിരുദ്ധമാണ്, കള്ളമാണ്. അപ്പോൾ തെറ്റായ രാഷ്ട്രീയം സാത്താന്റെ സന്തതിയാണ്. തെറ്റായ രാഷ്ട്രീയം അത് കൊലപാതകത്തിലൂടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരും കൊലപാതകത്തിലൂടെ മതം പ്രചരിപ്പിക്കുന്നവരും ഇതുപോലെ തന്നെയാണ്. അവരാണ് സാത്താന്റെ സന്തതികൾ. അപ്പോൾ തിന്മ ചെയ്യുന്നതിൽ സാത്താന്റെ കൂട്ടാളികളെയാണ് കടലിൽ നിന്ന് കയറി വരുന്ന തെറ്റായ രാഷ്ട്രീയവും കരയിൽ നിന്ന് കയറി വരുന്ന തെറ്റായ മതവും. ഇതിനെയാണ് ബൈബിളില് ഈ
സർപ്പസന്തതികൾ എന്ന് പറയണേ. അത് അതിന്റെ വകഭേദങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ കാണും. തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ദുഷ്ടരായ മനുഷ്യരും സാത്താന്റെ ആധ്യാത്മിക സന്തതി പരമ്പരയാണ്. അതുകൊണ്ട് പിശാചാണ് നിങ്ങളുടെ പിതാവ് എന്ന് കർത്താവ് ഈശോമിശിഹ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 8:44 പിശാചാണ് നിങ്ങളുടെ പിതാവ്. എന്തൊരു ഗൗരവമാണ് ആ വാക്കിന്, എന്ത് ക്രൂരതയാന്ന് തോന്നും. ഈ സ്നേഹം തന്നെയായി യേശുവാണ് പറഞ്ഞത്, പിശാചാണ് നിങ്ങളുടെ പിതാവ്, സാത്താനാണ് നിങ്ങളുടെ പിതാവ്, സർപ്പമാണ് നിങ്ങളുടെ പിതാവ്, പാമ്പാണ് നിങ്ങളുടെ പിതാവ് എന്നൊക്കെയാണ് എന്റെ അർത്ഥം. ആദ്യത്തെ കൊലപാതകിയായ കായേനും ദൈവചിന്തയില്ലാത്ത അവന്റെ തലമുറയും ഉൽപ്പത്തി ഗ്രന്ഥത്തില് സാത്താന്റെ സർപ്പത്തിന്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെടുന്നുവെന്നാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 4:8, 4:17, 24, 1 യോഹന്നാൻ 3:12 ഇവിടെയൊക്കെ കാണും. ഇതൊക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവളുടെ സന്തതി, നിന്റെ സന്തതിയും നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും. സ്ത്രീയുടെ നീതിമാന്മാരായ തലമുറകളെയാണ് ആദ്യമായി ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ നീതിമാന്മാരായ തലമുറ. ഹാബേല്, കായൻ കൊന്നുകളഞ്ഞ ഹാബേല്, ഉൽപ്പത്തി 4:4. ഹാബേൽ എന്നാണ് ശരിക്ക് വാക്ക്. നമ്മൾ ആബേൽ എന്ന് പറയണേ, ഹാബേലാണ്. കായേനും ഹാബേലും. സേത്തിന്റെ, ഈ ഹാബേലിന് പകരം കിട്ടിയ കുഞ്ഞാണ് സേത്ത്. സേത്തിന്റെയും അപ്പൊ ഹാബേലിന്റെയും സേത്തിന്റെയും ഈശ്വര ഭക്തിയുള്ള വംശ പരമ്പരയെയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അവളുടെ സന്തതി എന്ന് പറയുന്നത്. ഉൽപ്പത്തി 4:26, 5-ാമത്തെ അധ്യായം 6 മുതൽ 32 വാക്യങ്ങളൊക്കെ കാണാം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ. അതാണ് ഒന്നാമത്തെ അർത്ഥം, അവളുടെ സന്തതി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് നമ്മൾ നേരത്തെ കണ്ടു, സേറ എന്ന് പറഞ്ഞു. സേറ ആക്ഷരികമായി മൊഴിമാറ്റം ചെയ്താൽ അവളുടെ വിത്ത്, ഹെർ സീഡ് എന്നാണ് അർത്ഥം. അവളുടെ വിത്ത്. ഇത് നമ്മൾ ആശ്ചര്യമുളവാക്കുകയാണ്. സാധാരണമായിട്ട് നമ്മൾ പുരുഷന്റെ വിത്ത് എന്ന് പറയാറുള്ളൂ, സ്ത്രീയുടെ വിത്ത് എന്ന് പറയാറില്ല. അണ്ടവും ബീജവും എന്ന് പറഞ്ഞാൽ പുരുഷന്റെ വിത്ത് എന്ന് പറയും, സ്ത്രീയുടെ വിത്ത് എന്ന് പറയില്ല. ഈ അണ്ടം തുളച്ചു കയറുകയാണ് ബീജം. അപ്പൊ അതുകൊണ്ട് വിത്ത് എന്ന് പറയുന്നത്, ഈ അണ്ടം എന്ന് പറയുന്നത് ഒരു മണ്ണ് പോലെയാണ്, ഈ ഉഴുതു കിടക്കുന്ന മണ്ണ് പോലെയാണ്. അവിടേക്ക് ഇടുന്ന വിത്ത് പോലെയാണ് ബീജം. അങ്ങനെ അപ്പൊ പുരുഷന്റെ വിത്ത് എന്ന് പറയൂ, സ്ത്രീയുടെ വിത്ത് എന്ന് പറയില്ല. പക്ഷെ ഇവിടെ ബൈബിളില് സ്ത്രീയുടെ വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു, അവളുടെ വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ എന്തുകൊണ്ട് ഇങ്ങനെ അർത്ഥം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു? വാസ്തവം പറഞ്ഞാൽ യഹൂദന്മാർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതിന്റെ അർത്ഥം. ഈ വാക്ക് അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു. വാക്കിന് അർത്ഥം അന്നറിയില്ല, അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി കാത്തു കിടക്കാണ് ഈ വാക്ക്. അങ്ങനെയാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ഈ വാക്ക് അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു, വാക്കിന് അർത്ഥം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നീട് സമയത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്ന്, ഒരു കന്യകയിൽ നിന്ന്, പുരുഷന്റെ ഇടപെടലില്ലാതെ ഒരു കന്യകയിൽ നിന്ന് ഒരാൾ ജനിച്ചു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. സ്ത്രീയുടെ വിത്തായിട്ട് ജനിച്ചവൻ ഒരുത്തനേ ഉള്ളൂ. നമ്മളൊക്കെ സ്ത്രീയുടെ സന്തതിയാണ്, പക്ഷെ ഒരു പുരുഷന്റെ വിത്തിൽ നിന്നാണ് സ്ത്രീ ഗർഭം ധരിച്ചത്, നമ്മുടെ അമ്മയൊക്കെ. എന്നാൽ ഈശോ മിശിഹ സ്ത്രീ, അതായത് കന്യകയിൽ നിന്ന് ജനിച്ചു, ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ, സഹകരണമില്ലാതെ. അപ്പോഴാണ് സ്ത്രീയുടെ വിത്ത്, കന്യകയിൽ നിന്ന് ദൈവപുത്രൻ ജനിച്ചപ്പോഴാണ് സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന് അർത്ഥം ബൈബിളിൽ കണ്ടെത്തിയത്. അതുവരെയും സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിനെ അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു. വചനത്തിന്റെ ഉടമസ്ഥനായ ദൈവം തന്നെ മനുഷ്യനായി ഒരു സ്ത്രീയിൽ നിന്ന്, പുരുഷസ്പർശമേൽക്കാത്ത കന്യകയിൽ നിന്ന് ജനിച്ചപ്പോഴാണ് ഗലാത്യ ലേഖനം 4:4 ഈ തിരുവചനത്തിന്റെ പൊരുളുകൾ ഉരുക്കഴിച്ച് കിട്ടിയത്. യേശുവിന്റെ ശരീരത്തിൽ സഹനത്തിന്റെ മുറിവുകൾ ഉണ്ടാക്കാൻ സാത്താൻ വിജയിച്ചു, ശരിയല്ലേ? നമ്മുടെ പാപങ്ങളെ പ്രതി അവൻ നമ്മുടെ ശിക്ഷയെല്ലാം കർത്താവ് ഏറ്റെടുത്തു. അപ്പോ സാത്താൻ കർത്താവിനെ മുറിവേൽപ്പിച്ചു, ഇല്ലേ? നീ അവന്റെ കുതികാലിൽ, സ്ത്രീയുടെ സന്തതി കുതികാൽ പരിക്കേൽപ്പിക്കും. അപ്പൊ യേശുവിന് പരിക്കേൽപ്പിക്കാൻ സാത്താന് കഴിഞ്ഞു. പാപം ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ സാത്താന്റെ തല തകർത്ത് ചതച്ചരയ്ക്കാൻ യേശുവിന് കഴിയും. തിരുവചനം വെളിപ്പെടുത്തുന്നത് പോലെ കൃപയുടെ നിറവുള്ള, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയായ കന്യകയായ മറിയത്തിൽ നിന്ന് ലൂക്കാസ് 1:28 യേശു ജനിച്ചതിനാൽ, മറിയം ഉത്ഭവപാപമില്ലാതെ ജനിച്ചതിനാൽ, പാപത്തിന്റെ മൂലശക്തിയായ സാത്താന്റെ തല തകർക്കുന്നവളായി
മറിയത്തെ കലയിലും സാഹിത്യത്തിലും ആവിഷ്കരിക്കാൻ തുടങ്ങി. അതൊന്നുകൂടി പറയാം. തിരുവചനം വെളിപ്പെടുത്തുന്നത് പോലെ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളായ, കൃപയുടെ നിറവുള്ള സ്ത്രീയായ മറിയത്തിൽ നിന്ന് ലൂക്കാസ് 1:28 യേശു ജനിച്ചതിനാൽ, മറിയം ഉത്ഭവപാപമില്ലാതെ ജനിച്ചതിനാൽ, മത്തായി 1:16, ലൂക്കാസ് 1:28 പാപത്തിന്റെ മൂലശക്തിയായ സാത്താന്റെ തല തകർക്കുന്നവളായി മറിയത്തെ കലയിലും സാഹിത്യത്തിലും ആവിഷ്കരിക്കാൻ തുടങ്ങി. മനുഷ്യവംശത്തെ ആകെ ബാധിക്കുന്ന പാപം അമലോത്ഭവിയായ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയത്തെ സ്പർശിച്ചില്ല എന്നർത്ഥം. അപ്പോൾ അവൻ നിന്റെ തല തകർക്കും. അവൻ, സ്ത്രീയുടെ സന്തതി. ഈ മൂലപാഠത്തില് അവനെന്നോ, ഹീബ്രുവില് അവനെന്നോ അവർ എന്നോ ആകാം. അവൻ ഏകവചനം, അവര് ബഹുവചനം, ഏതും ആകാം. മൂലപാഠത്തിൽ അങ്ങനെയാണ്. ഹീബ്രുവില് ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളുടെ സംഘമോ ആകാം. അതാണ് ബൈബിളില് ഒരുപക്ഷെ ഒരു കൂട്ടം വ്യക്തികൾ എന്ന് വെച്ചാൽ മനുഷ്യവംശം എന്നർത്ഥമാകാം. അവർ നിന്റെ തല തകർക്കുമെന്നാണ് അപ്പൊ ചേരുക. എന്നാൽ BC 250 ക്രിസ്തുവിന് മുമ്പ് 250 യഹൂദ പണ്ഡിതന്മാർ തയ്യാറാക്കിയ സെപ്തജിന്റ് ഗ്രീക്ക് പരിഭാഷയില് അവൻ എന്നാണ് കാണുന്നത്. അവൻ ഹീബ്രുവില് അവര് എന്നാണ്, സെപ്തജിന്റ് പാഠാന്തരത്തില് അവൻ എന്നാണ്. ഇതാണ് ഏറ്റവും ആദ്യത്തെ യഹൂദ വ്യാഖ്യാനം എന്ന് ഓർക്കുക. ഈ സെപ്തജിന്റ് പാഠാന്തരം ക്രിസ്തുവിന് മുമ്പ് 250 തയ്യാറാക്കിയത്, ക്രിസ്ത്യാനികൾ തയ്യാറാക്കിയതല്ല, യഹൂദന്മാര്. അപ്പൊ ആദ്യത്തെ യഹൂദ വ്യാഖ്യാനം ഈ അവൻ എന്നുള്ളതാണ്. അവര് അല്ല, അവൻ. അത് സ്ത്രീയുടെ വിത്തായ മിശിഹ, പിശാചിന്റെ പ്രവർത്തികൾ നശിപ്പിക്കുന്നതിന് പ്രത്യക്ഷനായ ദൈവപുത്രനാണ് അത് എന്ന് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3:8 കാണാം. വിശുദ്ധ ജെറോം 352 ക്രിസ്തുവർഷം 352 തയ്യാറാക്കാൻ തുടങ്ങിയ ലത്തീൻ പതിപ്പായ ഉൾഗാത്തയില് അവൻ നിന്റെ തല തകർക്കുമെന്നല്ല, അവള്, സ്ത്രീലിംഗം, അവള് നിന്റെ തല തകർക്കുന്നതാണ്. വിശുദ്ധ ആഗസ്തീനോസിന്റെ രചനയിലും അങ്ങനെ തന്നെ കാണുന്നേ. അപ്പൊ ഈ ഹീബ്രു മൂലപാഠത്തോട് അവർക്ക് നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അപ്പൊ അവര് എന്നുള്ളത് അവന് പുല്ലിംഗം, അവള് സ്ത്രീലിംഗം, 2 തരത്തിലുണ്ട്. യഹൂദരുടെ വ്യാഖ്യാനം അവൻ എന്നാണെങ്കിൽ ഈ വിശുദ്ധ ജെറോമിന്റെയും വിശുദ്ധ ആഗസ്തീനോസിന്റെ രചനകളില് അവള് എന്നാണ് കാണുന്നത്. അപ്പോൾ അവര്, അവൻ, അവൾ, ഇതിനൊക്കെ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഈ അവൻ എന്നാണെങ്കിൽ യേശുക്രിസ്തുവിനെയാണ്, അവര് എന്നാണെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളുമാണ്, അവള് എന്നാണെങ്കിൽ മറിയത്തെയാണ്. രക്ഷകന്റെ അമ്മ എന്ന നിലയിലും മറിയത്തിന് പിശാചിന്റെ തല തകർക്കുന്നതിൽ ഒരു പങ്കുണ്ട് എന്നാണ് ഇതിനർത്ഥം. അവൻ, സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ വിത്ത് നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കും. തകർക്കുക എന്നതിനുള്ള ഹെബ്രായ പദം ഷുപ്പ് എന്നാണ്. ഷുപ്പ്, ചതച്ചരയ്ക്കുക, ഞെരിച്ചുടച്ച് കളയുക. ഇയ്യോബിന്റെ പുസ്തകം 9:17 അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ വിജയത്തെ ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് ഈ വാക്ക്. പൈശാചിക ശക്തിയുടെ മേലുള്ള വിജയം സുനിശ്ചിതമാണ്. ആദ്യ സർപ്പത്തിന് തലയിൽ മാരകമായ മുറിവേൽക്കും. സ്ത്രീയുടെ സന്തതിയുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ സാത്താന് കഴിയും. തലയും കുതികാലും ഇല്ലേ, ഈ നമ്മൾ കുതികാല് ഇങ്ങനെ ഉപ്പിറ്റിണ്ടല്ലോ, ഉപ്പിറ്റുകൊണ്ട് ചവിട്ടി ഇങ്ങനെ സർപ്പത്തിന്റെ തല ഇങ്ങനെ തകർക്കുമ്പോൾ സർപ്പത്തിന് ആ ഉപ്പിറ്റിയിലെ കുതികാലില് ഇച്ചിരി പരിക്കേൽപ്പിക്കാനേ പറ്റൂ. ഈ സർപ്പത്തിന്റെ തല തകർത്ത് ഞെരിച്ച് ഉടച്ച് കളയുമെന്നാണ്. എന്ന് വെച്ചാൽ സാത്താന്റെ മേല് സമ്പൂർണ്ണ വിജയം നേടും. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. എവിടേക്ക്? നരകത്തിലേക്ക്. അവൻ എന്നിട്ട് നരകത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് സാത്താനെ ബന്ധിക്കും അതിശക്തനായ. എന്നിട്ട് അവന്റെ ഭവനം കൊള്ളയടിക്കും. അതിനെയാണ് ഈ ഭൂതോച്ചാടനം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോല് കർത്താവ് കൈകളിൽ എടുക്കും. വെളിപാട് പുസ്തകം 1:18. ഇനി സാത്താൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇനി സാത്താനെ വീണ്ടും ഈ നരകത്തിൽ നിന്ന് റിലീസ് ചെയ്യും, സ്വതന്ത്രമാക്കും. എന്തിനാ? അവൻ എന്നേക്കും പറ്റി ഇല്ലാതാക്കാൻ. അപ്പൊ ഈ കർത്താവിന്റെ കുരിശമരണം തുടങ്ങി ദ്വിതീയ ആഗമനം വരെയുള്ളത് പിശാചിന്റെ തല തകർത്ത് ചതച്ചൊരയ്ക്കുന്ന ഒരു കാലയളവാണ്. അപ്പൊ നമുക്കാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. സർപ്പത്തിന്റെ, പാമ്പിന്റെ തല തകർത്ത് ഞെരിച്ച് ഉടച്ചു കളയാനുള്ള വിളി കിട്ടിയവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ഈ പാമ്പിന്റെ തല തകർത്ത് ചതച്ചരച്ച് ഞെരിച്ച് ഉടച്ചു കളയാനായിട്ട് നമുക്ക് കഴിയും, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ. ആ
ദൈവവിളിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തെ 3 ഉൽപ്പത്തി 3:15 ആദ്യ സുവിശേഷം പ്രോട്ടോവെങ്കേലിയം എന്ന് പറയണേ. ആദ്യ സുവിശേഷം, ആദ്യത്തെ നല്ല വാർത്ത, ആദ്യത്തെ സുവിശേഷം, നല്ല വാർത്ത, നല്ല വിശേഷം. നമുക്കറിയാം, ക്രൈസ്തവ പാരമ്പര്യം ഈ തിരുവചനത്തിന് ക്രിസ്തുവിജ്ഞാനി വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. കാൽ കീഴിലിട്ട് സാത്താനെ ചതച്ചരിക്കുന്ന ആ വ്യക്തി നസറത്തിലെ യേശുവാണ്. ഹെബ്രായ ലേഖനം 2:14, 1 യോഹന്നാൻ 3:8. ഈ യേശു കുരിശിലുയർത്തപ്പെട്ടപ്പോൾ ഈ ലോകത്തിന് അധികാരി പുറന്തള്ളപ്പെടുകയും ഇല്ലേ, യോഹന്നാൻ 12:31-32. ഇതിനോട് ചേർത്ത് സഭാത്മക വ്യാഖ്യാനം കാണാം. യേശുക്രിസ്തുവിന്റെ വിജയത്തിൽ പങ്കുപറ്റുന്ന സ്ത്രീയുടെ സന്തതിയാണ് സഭ. റോമാലേഖനം 16:20, വെളിപാട് 12:17. ഈ രണ്ട് വ്യാഖ്യാനത്തോട് പണ്ട് മുതലേ മരീശാസ്ത്രവും ചേർത്ത് വെച്ചിരുന്നു. രക്ഷകനെ ഗർഭം ധരിച്ച് പ്രസവിച്ച സ്ത്രീ മറിയമാണ്. ലൂമൻ ജൻസിയും 55. പിശീത ബൈബിൾ കാണുന്ന ഇപ്രകാരമാണ്: അവൻ നിന്റെ തലയിൽ ചവിട്ടും, നീ അവന്റെ കുതികാലിൽ കടിക്കും. അങ്ങനെയാണ് പിശീതയില്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ തിരുവചനത്തെ ആദ്യത്തെ സുവിശേഷം, പ്രഥമ സദ്വാർത്ത എന്നൊക്കെയാണ് വിളിക്കുന്നത്. പ്രോട്ടോവെങ്കേലിയം എന്ന് ലത്തീനിൽ പറയും. ദൈവത്തിന്റെ തീരാകാരണത്തെക്കുറിച്ച് വേദത്താളിൽ കാണുന്ന ആദ്യത്തെ വെളിപാടാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം 410, 411. നമുക്ക് സ്ഥിരമായി മുറിവേൽക്കുന്നു, പാപത്തിന്റെ മുറിവ്. എങ്കിലും മനുഷ്യവംശം തിന്മയെ തകർക്കുമെന്ന പ്രത്യാശയിൽ ദൈവം നമ്മെ നയിക്കുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന ലോക ചരിത്രം മുഴുവൻ ഈ പ്രത്യാശയിലാണ് ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ചുരുക്കത്തില്, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോകുന്നത് ശൂന്യമായ കരങ്ങളോടെയല്ല, ദൈവത്തിന്റെ വാഗ്ദാനത്തോടു കൂടെയാണ്. പുറത്തേക്ക് പോകുന്ന മനുഷ്യന്റെ കൂടെ നടക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഏദൻ തോട്ടം പുറത്താക്കാണ് പുരുഷനെയും സ്ത്രീയെയും. അങ്ങനെ പുറത്താക്കിയിട്ട് ആ ഏദൻ തോട്ടത്തിന്റെ കവാടം ഇങ്ങനെ അടക്കിയാണ്, ഗേറ്റ് അടക്കിയാണ്. ആ ഗേറ്റ് അടയ്ക്കുമ്പോൾ ദൈവം, ആ ഗേറ്റ് അടച്ചിട്ട് ദൈവം പുറത്ത് കിടക്കുകയാണ്, തോട്ടത്തിന് പുറത്ത് കിടക്കുകയാണ് ദൈവം. എന്നിട്ട് ഈ തോട്ടത്തിന് പുറത്തു പോകുന്ന പുരുഷനും സ്ത്രീയും കൂടെ നടക്കാൻ തീരുമാനിക്കുകയാണ് ദൈവം. ശൂന്യമായ കരങ്ങളോടുകൂടിയല്ല, ദൈവത്തിന്റെ വാഗ്ദാനത്തോടു കൂടെയാണ് ഈ പുരുഷനും സ്ത്രീയും തോട്ടത്തിന് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ കുറെ നാള് മനുഷ്യന്റെ കൂടെ നടന്ന ദൈവം പിന്നെ തീരുമാനിക്കുകയാണ്, മനുഷ്യനാകാൻ തീരുമാനിക്കുകയാണ്. വെറുതെ നടന്നാ പോരാ, ഇല്ലേ, അവരുടെ കൂടെ ആധ്യാത്മിക സാന്നിധ്യം പോരാ, ശരീരം തന്നെ വേണം. അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യരോടൊപ്പം പാർക്കുന്ന ദൈവം, മനുഷ്യരോടൊപ്പം പാർക്കാൻ വരുന്ന ദൈവം, ഈ വിശ്വാസത്തെ മാത്രമേ ക്രിസ്ത്യാനികള് മതമായി അംഗീകരിക്കുന്നുള്ളൂ. നമ്മുടെ കൂടെ പാർക്കുന്ന ദൈവം, നമ്മുടെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്ന ദൈവം, ഈ ഒരു ദൈവത്തെ മാത്രമേ, ഈ ഒരു വിശ്വാസത്തെ മാത്രമേ ക്രിസ്ത്യാനികള് മതമായി അംഗീകരിക്കുന്നുള്ളൂ. യാക്കോബ് 1:27, റോമാലേഖനം 8:19 ഒക്കെ ഈ സൂചന നൽകുന്നുണ്ട്. നോക്കൂ, മതം എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ബന്ധമാണെങ്കിൽ നമ്മുടെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ പാർക്കുന്ന ദൈവം ഇപ്പോഴും പാർക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ. അതായത് മനുഷ്യാവതാരം ഇപ്പോഴും ഇങ്ങനെ ശാശ്വതമാക്കിയിരിക്കുകയാണ്, അല്ലേ, പെർപ്പച്വേറ്റ് എന്ന് പറയും. അതിനെ ശാശ്വതീകരിച്ചിരിക്കുകയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്തു. ആ തലമുറയിലുള്ളവർക്ക് മാത്രമല്ല, ഈ തലമുറയിലുള്ളവർക്കും ഏത് തലമുറയിലുള്ളവർക്കും അത് അനുഭവപ്പെടണം ദൈവത്തിന്റെ മനുഷ്യാവതാരം. ആ ദൈവത്തിന്റെ മനുഷ്യാവതാരം പെർപ്പച്വേറ്റ് ചെയ്തതാണ്, അനശ്വരമാക്കിയതാണ് വിശുദ്ധ കുർബാന. അതിനെ മാത്രമാണ് മതമായി ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുള്ളൂ. മറ്റൊന്നും തന്നെ മതമല്ല. അത് മതത്തെക്കുറിച്ചുള്ള ചില നിഴലുകൾ മാത്രമാണ് മറ്റുള്ളത്. ഇത് നമ്മൾ അവരെ കൂടി ഇങ്ങനെ താരതമ്യം ചെയ്തിട്ട് നമ്മൾ കേമന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.